അതെ, കണ്ടത് ശരിയാ. ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ആ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഇതാ കേരള PSCയിലും എത്തിയിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? യെസ്, ഇതുകൊണ്ടുള്ള പ്രയോജനം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൻ്റെ വിവരങ്ങൾ, ഉദ്യോഗാർത്ഥികളുടെ മാർക്കിൻ്റെ വിവരങ്ങൾ, അവരുടെ അഡ്വൈസിൻ്റെ വിവരങ്ങൾ ഇതെല്ലാം വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇത് എങ്ങനെ സാധ്യമാവും? ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ പ്രത്യേകതയാണ് ഇത് ഹാക്ക് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിലെ ഓരോ വിവരങ്ങളും അതിലാരെങ്കിലും എന്തെങ്കിലും ടാമ്പറിങ് അഥവാ മാറ്റങ്ങൾ വരുത്തിയാലും ഇത് മൊത്തത്തിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സുരക്ഷിതത്വമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിലാരൊക്കെയാണ് സഹകരിക്കുക? 2 സ്ഥാപനങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും സഹകരിക്കുന്നത്. ഒന്ന് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്, മറ്റൊന്ന് കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമിയാണ്. ഈ സംഭവത്തിൽ നിന്ന് ചോദ്യം വല്ലതും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത്. അത് കേരള PSC ആണ്. നമുക്ക് അഭിമാനിക്കാം, ചോദ്യവും പ്രതീക്ഷിക്കാം. ഇതുകൊണ്ട് ജോലി സാധ്യത കൂടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ സുതാര്യമാകും. എല്ലാവർക്കും ഒഴിവുകളൊക്കെ ഒന്ന് അറിയാനൊക്കെ പറ്റും. അതുകൊണ്ട് ഒഴിവുകളുടെ എണ്ണം കൂടുമെന്നോ ജോലി സാധ്യത കൂടുമെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഒരു നല്ല ടെക്നോളജി തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നു മുതലാണ് നിലവിൽ വന്നത്? ജനുവരി 15 മുതലാണ് ഈ സാങ്കേതികവിദ്യ കേരള PSCയുടെ ഭാഗമായിട്ടുള്ളത്. ഇനി മുതൽ ഓരോ ഉദ്യോഗാർത്ഥിയും അപ്ലൈ ചെയ്യുന്നത് മുതൽ ഉദ്യോഗാർത്ഥിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിക്കുന്നത് വരെയുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ സുരക്ഷിതമായും ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ സുതാര്യമായും ലഭ്യമാവുന്നതാണ്. എന്തായാലും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ കടന്നുവരവ് നമുക്ക് ഏറെ പ്രയോജനകരമാവും എന്ന് നമുക്ക് വിചാരിക്കാം. ബൈ.